ശബരിമല ഈ യാത്രയ്ക്കിടയിലുള്ളൊരു പ്രത്യേകത, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭരണഘടനാ വിരുദ്ധമായ നടപടിക്കെതിരെ സമരം ചെയ്യാൻ പ്രതിപക്ഷത്തെ കൂടി ശ്രമിക്കുന്ന അല്ലെങ്കിൽ പ്രതിപക്ഷത്തെ കൂടി ക്ഷണിച്ചൊരു ഘട്ടത്തിൽ അതിന് മുതിരാത്ത പ്രതിപക്ഷം ഇടക്കാലത്തൊരു ആയുധമാക്കി മാറ്റിയത് ശബരിമലയാണ്. അവിടുത്തെ തിരക്ക്, അവിടുത്തെ തിക്ക്, ഇതൊക്കെ പറഞ്ഞ ആളുകൾ ഇങ്ങോട്ട് വരണ്ട എന്ന് പ്രഖ്യാപിച്ചു. ആ ഘട്ടത്തിൽ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു 220 കോടി രൂപ 7 വർഷക്കാലത്തിനിടയിൽ ശബരിമലയ്ക്ക് വിതരണം ചെയ്ത അല്ലെങ്കിൽ ശബരിമലയുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചൊരു ഗവൺമെൻറ്റാണ് കേരളത്തിലെ ഗവൺമെൻറ്. ഈ സ്വാഭാവികമായിട്ടും ഈ നടപടിക്രമങ്ങൾ തുടരുന്ന കൂട്ടത്തിൽ തന്നെയാണ് ശബരിമല ഭൂമി ഏറ്റെടുക്കാനുള്ള ഏറ്റവും വിജ്ഞാപനം കൂടി നമുക്ക് ഇറക്കാൻ കഴിഞ്ഞത് എന്നുള്ളത് വളരെ സന്തോഷകരമാണ്. പുതിയ LARR 2013 നടപടി അനുസരിച്ച് 4-1 വിജ്ഞാപനവും 6-1 വിജ്ഞാപനവും ഒക്കെ കഴിഞ്ഞാൽ പിന്നെ വരേണ്ടത് സാമൂഹികാഘാത പഠനമാണ്. സാമൂഹികാഘാത പഠനം കഴിഞ്ഞു. സാമൂഹികാഘാത പഠനം കഴിഞ്ഞ അലൈൻമെൻറ്റ് ഒരു എക്സ്പെർട്ട് കമ്മിറ്റി നോക്കണം. എക്സ്പെർട്ട് കമ്മിറ്റി നോക്കി എക്സ്പെർട്ട് കമ്മിറ്റിയുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ ഭൂമി ഏറ്റെടുക്കാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കാൻ നമ്മൾ നിർദ്ദേശിച്ചു. ഇനി നമുക്ക് ഏറ്റവും വിജ്ഞാപനം കഴിഞ്ഞ് അരുൺ ചോദിച്ചതുപോലെ 2024 ഓഗസ്റ്റിന് മുമ്പായി തന്നെ നമുക്ക് ഭൂമി ഏറ്റെടുക്കൽ നടപടിക്രമങ്ങളിലേക്ക് കടക്കാൻ കഴിയുന്ന വിധത്തിൽ അതിവേഗത്തിലാണ് റവന്യൂ വകുപ്പ് ഇതിൻ്റെ നടപടികളുമായി മുന്നോട്ട് പോകുന്നത്. ഇതിൻ്റെ ഭാഗമായി LARR 2013 അനുസരിച്ചിട്ടുള്ള ഏറ്റവും വിജ്ഞാപനം ഇന്നലെ പുറത്തിറക്കാൻ കഴിഞ്ഞു. നവകേരള സദസ്സ് പൂർത്തീകരിക്കുന്നതിന് മുമ്പ് തന്നെ ഈ വിജ്ഞാപനം പുറത്തിറക്കണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. ആ നടപടിക്രമങ്ങൾ വേഗതയിൽ പൂർത്തീകരിക്കാൻ കഴിഞ്ഞു. ദേശീയപാത ഭൂമി ഏറ്റെടുക്കൽ നടപടി കേരളത്തിനോട് ഇത്രയേറെ ശത്രുത കാണിക്കുമ്പോഴും കേന്ദ്ര ഗവൺമെൻറ്റിന് പറയേണ്ടി വന്നു, ഇന്ത്യയിൽ ഏറ്റവും വേഗത്തിൽ ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ നടത്തിയ ഒരു ഗവൺമെൻറ് കേരളത്തിലെ ഗവൺമെൻറ്റാണെന്ന്. റവന്യൂ വകുപ്പിന് സ്വാഭാവികമായിട്ടും ആ അഭിമാന ബോധമുണ്ട്. അതുകൊണ്ട് ശബരിമല വിമാനത്താവളം ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് തന്നെ ഭൂമി ഏറ്റെടുത്ത് നടപടിക്രമങ്ങൾ ആരംഭിക്കാൻ കഴിയും എന്ന പ്രതീക്ഷ ഇപ്പോൾ യഥാർത്ഥത്തിൽ പൂവിടുകയാണ്. 2570 ഏക്കറാണ് ഭൂമി ഏറ്റെടുക്കുന്നത്. ഹലോ മിനിസ്റ്റർ, ഇത് ഇനി എത്ര സമയമെടുക്കും ഈ ഭൂമി ഏറ്റെടുക്കൽ, അതിനുശേഷം നിർമ്മാണ പ്രവൃത്തി? അതായത് 2.5 വർഷത്തിനുള്ളിൽ സർക്കാർ പോകുമ്പോഴേക്കും ഏത് ഘട്ടം എത്തുമായിരിക്കും ഈ ശബരിമലയിലെ വിമാനത്താവള നിർമ്മാണം? നമുക്ക് സ്വാഭാവികമായും ഇപ്പോൾ ഏറ്റവും വിജ്ഞാപനമായി ഇനി അടുത്ത ഘട്ടം ഭൂമി ഏറ്റെടുത്തുകൊണ്ടുള്ള നടപടി പ്രഖ്യാപിക്കലാണ്. ഏറ്റവും വിജ്ഞാപനത്തിൻ്റെ ഭാഗമായി സർവേ നടത്തി കല്ലിടൽ ഉൾപ്പെടെയുള്ള മറ്റു പ്രവർത്തികൾ പൂർത്തീകരിക്കണം. നമുക്ക് 2024 ആഗസ്റ്റ് മാസമാകുമ്പോഴേക്കും 11-1 നോട്ടിഫിക്കേഷൻ പുറത്തിറക്കാൻ കഴിയും. അത് കഴിഞ്ഞാൽ പിന്നെ 2024 തന്നെ ഭൂമി ഏറ്റെടുക്കാനുള്ള നടപടിക്രമങ്ങൾക്ക് നേതൃത്വം നൽകാം. സാധാരണ നിലയിൽ LARR 2013 അനുസരിച്ച് ഏറ്റവും പ്രഖ്യാപിച്ചാൽ 1 വർഷക്കാലത്തിനുള്ളിൽ 11-1 കൊടുക്കണം എന്നാണ്. അത് 1 വർഷക്കാലം വേണ്ട, ഒരു 6-7 മാസക്കാലത്തിനുള്ളിൽ നമുക്കത് പുറത്തിറക്കാൻ കഴിയുന്ന വിധത്തിലുള്ള നടപടിക്രമങ്ങൾ ഇപ്പോൾ ചെയ്തു. അത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും BVRും DVSും ബേസിക് വാല്യൂ റിപ്പോർട്ടും ഡീറ്റെയിൽ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കലാണ്. അതിനും ആ പറയുന്നൊരു ചെറിയ കാലാവധി ഒരു ടീമിനെ തന്നെ പ്രത്യേകമായി നിയോഗിച്ചുകൊണ്ട് നടപ്പിലാക്കാൻ കഴിയും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. 2024 പൂർണ്ണമാകുമ്പോഴേക്കും ഭൂമി ഏറ്റെടുക്കൽ നടപടികളുടെ ഒരു പ്രത്യേക ഘട്ടത്തിലേക്ക് കടക്കാം. പിന്നീട് 19-1 നോട്ടിഫിക്കേഷൻ നടത്തിയാൽ നമുക്ക് നടപടിക്രമങ്ങളിലേക്കാകാം. ഇതോടൊപ്പം നേരത്തെ പറഞ്ഞതുപോലെ ഈ 2570 ഏക്കറയിൽപ്പെട്ട ഭൂമിക്കകത്ത് ചെറുവള്ളി എസ്റ്റേറ്റിലെ ഒരു പ്രശ്നം കൂടിയുണ്ട്. അതിൽ പാലാ കോടതിയിൽ OP 72/2021 ഒരു കേസ് കൂടി നിലനിൽക്കുന്നുണ്ട്. കേസുള്ളതിൽ പ്രശ്നമല്ല, കേസ് മുന്നോട്ട് പോകാം. LARR 2013 അനുസരിച്ച് കേസ് ഭൂമി ഏറ്റെടുക്കുന്ന ഘട്ടത്തിലുണ്ടെങ്കിൽ അതിനാവശ്യമായ സംഖ്യ കോമ്പിറ്റൻ്റ് അതോറിറ്റിയിൽ കെട്ടിവെക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഭൂമി ഏറ്റെടുക്കാൻ കേസ് ആർക്കാണോ അനുകൂലം അതനുസരിച്ച് തീരുമാനമെടുക്കാനും കഴിയും. അതുകൊണ്ട് കേസുള്ളതുകൊണ്ട് ഭൂമി ഏറ്റെടുക്കൽ നടപടികൾക്ക് ഒരു കാലതാമസവും ഉണ്ടാകാൻ പോകുന്നില്ല. ശരി. എന്നാലും മിനിസ്റ്റർ, ഈ 2 കാര്യങ്ങൾ, ഈ ഹാരിസൺ എസ്റ്റേറ്റിന്റെ കയ്യിൽ അനധികൃതമായിട്ടുള്ള ഭൂമി ഏറ്റെടുക്കുന്നത്, ഒപ്പം ഇടുക്കിയിൽ അനധികൃതമായിട്ടുള്ള ഭൂമിയിൽ കയ്യേറ്റമുണ്ടെങ്കിൽ അതൊഴിപ്പിക്കുന്നത്, അതൊക്കെ ഈ സർക്കാരിന് വലിയ അനുകൂലമായ ഘടകങ്ങളാണ്. അപ്പോഴും ഈ കുടിയേറ്റം ഒഴിപ്പിക്കില്ല എന്ന് ജനങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു. എനിക്ക് തോന്നുന്നു ഈ സർക്കാർ അടുത്ത തവണ ഈ തെരഞ്ഞെടുപ്പ് പിന്നിടുമ്പോഴേക്കും ഈ ദേശീയപാത വികസനം പോലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു പ്രോജക്റ്റായി, വിഴിഞ്ഞം പ്രോജക്റ്റായി ശബരിമലയിലെ വിമാനത്താവള പ്രോജക്റ്റ് കാണുമെന്നാണ്. എന്തായാലും അതിന്റെ പ്രാഥമികമായിട്ടുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു എന്നറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഒരു കാര്യം കൂടി മിനിസ്റ്റർ, ഇന്നിപ്പോൾ നവകേരള സദസ്സ് തിരുവനന്തപുരത്തേക്ക് എത്തുകയാണ്. വലിയ രീതിയിലുള്ള സ്വീകരണം കിട്ടുന്നുണ്ട്. യൂത്ത് കോൺഗ്രസ് സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തുന്നു. ഇന്ന് KSUവിന്റെ DGP ഓഫീസിലേക്കുള്ള മാർച്ചുണ്ട്. കോൺഗ്രസ് ശക്തമായ പ്രതിഷേധത്തിലാണ്. ഇന്നലെ പ്രതിപക്ഷ നേതാവ് അടിക്കടി എണ്ണി തരും എന്ന പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. എങ്ങനെയാണ് സർക്കാർ കാണുന്നത്?
അവസാനത്തെ ലാപ്പിൽ അവസാനത്തെ അടവുമായിട്ട് പ്രതിപക്ഷം രംഗത്തിറങ്ങിയിരിക്കുകയാണ്. ഞാൻ നേരത്തെ പ്രവീണയോട് പറഞ്ഞു, ഇതിൽ യഥാർത്ഥത്തിൽ നമ്മുടെ ഗവൺമെൻറ്റിന് പ്രതിപക്ഷത്തെ വിശ്വാസത്തിലെടുക്കാതെ ഒരു നവകേരള സദസ്സ് ഉണ്ടാക്കണമെന്ന അഭിപ്രായമേ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഓരോ ഘട്ടത്തിലും ക്ഷണിച്ചിട്ടും പ്രതിപക്ഷം ഒരു കോംപ്രമൈസിനോ ഒരു ഒരുമിച്ച് ചേരലിനോ തയ്യാറായില്ല. യഥാർത്ഥത്തിൽ ഇത് LDFനോ കേരളത്തിലെ സർക്കാരിനോ വേണ്ടിയല്ല, 3.5 കോടി വരുന്ന മലയാളിക്ക് വേണ്ടിയുള്ള സമരമാണ്. നമ്മളിപ്പോൾ ഓരോ സ്വീകരണ കേന്ദ്രത്തിലും കഴിഞ്ഞ 32 ദിവസമായി ഏതാണ്ട് എല്ലാ ദിവസവും അരുൺ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. ഓരോ സ്ഥലത്തും ചെല്ലുമ്പോൾ ചിലപ്പോൾ പറയും വേണ്ടതുപോലെ സ്വീകരിച്ചു കയറ്റിയില്ല എന്നൊക്കെ ചിലപ്പോൾ തമാശക്കൊക്കെ നമ്മൾ ജാഥകളെ പറയുമല്ലോ. അതുപോലെ UDFൻ്റെ അകത്തളത്തിലുള്ള പ്രധാനപ്പെട്ട ചർച്ച കലാപം വേണ്ടതുപോലെ വിജയിപ്പിക്കാനായില്ല എന്നുള്ളതാണ്. പ്രതീക്ഷിച്ചിരുന്നത് ഞങ്ങൾ ഈ വർക്കലയിലേക്കാണല്ലോ കടന്നത്, ശ്രീനാരായണ ഗുരുവിൻ്റെ മണ്ണിലേക്ക്. ഞാൻ നേരത്തെ പറഞ്ഞു, ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വന വാഴുന്ന മാതൃകാസ്ഥാനമാണിത് എന്ന് ചുമരുകളിൽ എഴുതി വെച്ച് ഗുരുവര്യൻ്റെ നാട്ടിലേക്കുള്ള യാത്ര ഒരു ഹർത്താലോടുകൂടി സ്വീകരിക്കാം എന്നുള്ള പ്രതീക്ഷ നഷ്ടപ്പെട്ടു. അപ്പോൾ ഇനി കഴിയാവുന്ന വിധത്തിൽ ആ അജണ്ടയെ കൊഴുപ്പിക്കുക എന്നതായിരിക്കും പ്രതിപക്ഷത്തിൻ്റെ ലക്ഷ്യം. അക്രമം ഗവൺമെൻറ്റിൻ്റെ ലക്ഷ്യമല്ല. ബോർഡുകൾ തല്ലിപ്പൊളിക്കുക, കേരളത്തിലെ കടകം ലോബ്സ്റ്റർ ഇരിപ്പുണ്ട്. ഇത് പ്രേക്ഷകർക്ക് കാണാം, മിനിസ്റ്റർക്ക് കാണാൻ പറ്റുന്നില്ലെന്ന് എനിക്കറിയാം. ഈ വിധത്തിൽ സ്വീകരിക്കുക എന്നുള്ള ഓക്കെ. അതെ 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 എനിക്ക് കാണാൻ പറ്റില്ല. ഞാനും പ്രവീണയും നിങ്ങൾ പറഞ്ഞത് പ്രതിപക്ഷം നടത്തുന്ന ആക്രമണം പോലെ ഒരു ആക്രമണം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ലോബ്സ്റ്റർ അവസാനത്തെ ശ്രമം നടത്തുകയാണ് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. ഇത് അതിന്റെ വാല് മടക്കി അടിക്കുകയാണ്. ഈ വാല് മടക്കി അടിക്കും കേട്ടോ മിനിസ്റ്റർ. ശരിക്കും ഇതിങ്ങനെ മടക്കി അടിക്കും. അത്ര സൂക്ഷ്മമായിട്ടാണ് പിടിച്ചിരിക്കുന്നത്, പോലീസ് സംയമനം പാലിച്ചതുപോലെ. ലോബ്സ്റ്ററിന്റെ ആക്രമണത്തെ ഞാൻ അതിജീവിക്കുമെന്നല്ലേ? തീർച്ചയായിട്ടും എനിക്കൊരു ട്രെയിനിങ് തന്നിട്ടുണ്ട് എവിടെ പിടിക്കണം എന്നുള്ളത്. അതെ അതെ തീർച്ചയായിട്ടും റിപ്പോർട്ടർ അതിജീവിക്കും. താങ്ക് യു മിനിസ്റ്റർ, താങ്ക് യു. CPI-യുമായി ബന്ധപ്പെട്ടൊരു വിഷയമാണ്. ഈ ഇന്നലെ ഈ ബിനോയ് വിശ്വത്തെ ബിനോയ് വിശ്വത്തെ ഈ സെക്രട്ടറിയാക്കി, താൽക്കാലിക സെക്രട്ടറിയാക്കി കൊണ്ടുവരുന്നത് സംബന്ധിച്ച കത്തുമായി സംബന്ധിച്ച് കെ ഇസ്മയിലിന്റെ ഒരു പ്രസ്താവന വന്നിട്ടുണ്ട്. ഈ കെ ഇസ്മയിലിന്റെ ഇത്തരം പ്രസ്താവനകൾ ശരിക്കും പാർട്ടിക്ക് ഗുണകരമാകുന്നില്ല എന്നൊരു വിലയിരുത്തലുമുണ്ട്. എന്താണ് മിനിസ്റ്ററുടെ അഭിപ്രായം? ഞങ്ങളുടെ പാർട്ടി കമ്മിറ്റി 27ഉം 28ഉം ചേരുന്നുണ്ട്. പുറത്ത് സംസാരിക്കേണ്ട ഒരു കാര്യമല്ല ഇത്. ഇതെല്ലാം നടപടിക്രമങ്ങൾ കൃത്യമായി മുന്നോട്ട് പോയി തന്നെയാണ് പാർട്ടി ചെയ്യുന്നത്. പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയുടെ സാന്നിധ്യത്തിലെടുത്ത തീരുമാനങ്ങൾ പരസ്യമായി ഏതെങ്കിലും വിധത്തിലുള്ള പ്രതികരണത്തിന് വഴിയൊരുക്കണം എന്ന അഭിപ്രായം എനിക്കില്ല. ഈ ദീർഘകാലത്തെ പാരമ്പര്യമുള്ളൊരു നേതാവാണ്. അദ്ദേഹത്തിന് കാര്യങ്ങൾ മനസ്സിലാകും. അദ്ദേഹം പറഞ്ഞ വാക്കുകളോ വാചകങ്ങളോ തെറ്റായി വ്യാഖ്യാനിക്കുന്നതാണോ എന്ന് കൂടി പരിശോധിക്കേണ്ടതുണ്ട്. ഇതെല്ലാം ഒരു ക്ലബ്ബല്ലല്ലോ പാർട്ടി. ഭരണഘടനയുള്ള ദീർഘകാലത്തെ 100 വർഷത്തേക്ക് പാരമ്പര്യം എത്താൻ പോകുന്നൊരു വലിയ പാർട്ടിയാണ്. എത്രയോ സമരമുഖങ്ങൾ അതിജീവിച്ച്, എത്രയോ ക്രൂരമർദ്ദനങ്ങൾ അതിജീവിച്ച് വന്ന ഒരു പാർട്ടി. അതുകൊണ്ട് ഒരു ആശങ്കയും ഞങ്ങൾക്ക് ഒരു കാര്യത്തിലുമില്ല. കൃത്യമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുന്നോട്ട് പോക്ക്. അത് പാർട്ടി അംഗങ്ങളെല്ലാം ഒറ്റ അഭിപ്രായത്തിലാണ്. വേറൊരു പ്രയാസവും ഉണ്ടാകില്ല.